ഞങ്ങള് കിച്ചണിലാണ് കേട്ടാ. സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. സ്പെഷ്യല് ഇവർക്ക് ഇപ്പൊ എക്സാം ആണ്. സ്കൂള് പൂട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എക്സാം ആയാലും ഒരു എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ സ്കൂള് പൂട്ടിയ കണക്കിനെയാണ് അല്ലേ. പഠിപ്പില്ല ഒന്നുമില്ല. അങ്ങനെ അപ്പൊ വീട്ടിലിരിക്കുമ്പോ ഫുഡിങ്ങും കൂടും. ഏത് നേരായ വറക്കി എന്തെങ്കിലും തിന്നോണ്ടിരിക്കണം. അപ്പൊ ദേവുട്ടി ഇടയ്ക്ക് പറയും അമ്മ എന്തെങ്കിലും ഉണ്ടോ തിന്നാൻ ചോദിക്കുമ്പോ ചോറുണ്ടോന്ന് പറയുമ്പോ ചോറ് ആർക്കും അമ്മ ഇഷ്ടം. അമ്മ എന്ത് വർത്താനാ പറയുന്നത് ബിസ്ക്കറ്റാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുമ്പോ അമ്മ ചോറിന്റെ അടുത്ത് തിന്നാ പറയും. ഏത് നേരം തന്നെയാണ് വായൊരു ഭാഗത്തിരിക്കുന്ന പണിയില്ല. ശരീരത്തിലൊന്നും കാണുന്നില്ല എന്ന് മാത്രമൊക്കെ എവിടേക്കും പോണ. തലയിലേക്കും പോണില്ല, ശരീരത്തിലേക്കും പോണില്ല. എവിടേക്കും പോണേ? തലയിൽ നമ്മള് ബുദ്ധി പുറത്തേക്ക് എടുക്കാത്തതാണ്. ആവശ്യമുള്ള ടൈമിലാണ് പുറത്തെടുക്കുള്ളത്. അപ്പൊ ഒന്നുമില്ലാട്ടെ ഫ്രണ്ട്സ്, നാളെ എക്സാം ഉണ്ട് അല്ലേ. നാളെ എക്സാം ഉണ്ട് കേട്ടോ. 4-5 ദിവസത്തിന് ശേഷം നാളെ ഉണ്ട്. ഞങ്ങള് കുറച്ച് ദിവസമായി പറയുന്നവള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫുള്ള് ഈ നോമ്പിന്റെ ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ കാണില്ല. അപ്പൊ ബ്രെഡ് കൊണ്ടുള്ള പുഡിങ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. അപ്പൊ ഞാൻ ശരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നീട്ടി കൊണ്ടുപോയി. അപ്പൊ ഇന്ന് ഇതപ്പോ അച്ഛൻ വരുമ്പോ കസ്റ്റാർഡ് പൗഡറൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും എപ്പോഴും നമ്മുടെ വീട്ടില് സ്റ്റോക്ക് ഉണ്ടാവില്ല. ബ്രെഡും പാലും ഇത് മാത്രം മതി കേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് കേട്ടാ. അപ്പൊ വായ ഫ്രണ്ട്സ്, ഇന്നിപ്പോ അത് നമ്മൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ പകൽ അവൾക്ക് ഇരുന്ന് കഴിക്കാലോ. നാളെ ഉപ്പുണ്ടാക്കിട്ട് ഇപ്പൊ കഴിക്കാന്ന് വിചാരിച്ച് നാളെ കഴിക്കാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോ വൈകിട്ട് ഇത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് നാളെ സുഖമായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് തട്ടാം. അപ്പൊ ഞങ്ങൾ ഇനി ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് 3 സാധനങ്ങളാട്ടോ വേണ്ടോ. ബ്രെഡും പാലും കസ്റ്റാർഡ് പൗഡറും. ഇപ്പൊ ഈ ബ്രെഡും പാലൊക്കെ നമ്മുടെ അവിടെ ഉണ്ടാവും. കസ്റ്റാർഡ് പൗഡർ മാത്രമാണ്. ഇതിന് എത്രയാ 100 ഗ്രാമിന് റേറ്റ്? അത് പാക്കറ്റ് ആണെങ്കിൽ 120 രൂപയാണ്. ആ കടയില് പാക്കറ്റ് ഇല്ല. അല്ല ഇപ്പൊ 100 ഗ്രാമിന് അതിന് 10 രൂപ അങ്ങനെ ആയിണ്ടാവും. ഇതിനും അധികം വിലയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനങ്ങളാണ്. ഇങ്ങനെ കുട്ടികള് ഇപ്പൊ ഈ ഒഴിവ് സമയത്തൊക്കെ ഇതൊക്കെ വീട്ടിൽ സ്റ്റോക്ക് വെച്ച് അവർക്ക് ഡ്രിങ്ക്സ് ആയാലും ഇങ്ങനത്തെ സാധനങ്ങളായാലും ഉണ്ടാക്കി കൊടുക്കാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ലോസിൽ മേടിച്ചാൽ 10 രൂപ. 8 രൂപ 50 പൈസ എന്താണ് അത്? ഹോൾസെയിൽ കടയായ കാരണം അവിടെ വലിയ പാക്കറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതാണ്. ഇപ്പൊ ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് 100 ഗ്രാമിന്റെ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ബ്രെഡിന്റെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടാ. ദേവുട്ടി ഇന്നെങ്ങാട്ടി നീറ്റായിട്ട് ദേവുട്ടി ഇതൊക്കെ കട്ട് ചെയ്ത് തരും എനിക്ക്. നമ്മൾ പുഡിങ്ങിനുള്ള ട്രേ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. ദേവുട്ടിന്ന് കഴിച്ചോട്ടാ. ഇനി നമ്മൾ ഒരു ബ്രെഡ് 4 പീസാക്കണം കേട്ടാ. ഞാൻ മുറിച്ചല്ല വേണ്ട. അമ്മ അത് റോസ്റ്റ് ചെയ്യാൻ പോകുമ്പോ മോള് ഇതാക്കിയാൽ മതി. മുറിച്ചെന്നാൽ മതി. ഞാൻ 2 കൂടി മുറിക്കുള്ളൂ. 6 പീസ് മതി. ഞങ്ങളിപ്പോൾ എടുത്ത് കൊടുക്കുന്നത് 6 പീസ് ബ്രെഡാണ് കേട്ടാ. ഞാൻ 2 പീസ് വെട്ടിട്ടാ. സൈഡ് മാത്രം വെട്ടിയാൽ മതി കേട്ടാ. ഈ ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കുറച്ച് നെയ്യില് അല്ലെങ്കിൽ പനീറില്. ഇപ്പൊ നമ്മളോടെ പനീറുള്ള സോറി നെയ്യിലല്ലെങ്കിൽ ബട്ടറില് പനീറില് എന്താണോ പനീർ ഓർമ്മ വന്നത്. നെയ്യിലല്ലെങ്കിൽ ബട്ടറില് കേട്ടോ. ബട്ടറുള്ള കാരണം ഞാൻ ഇപ്പൊ ബട്ടറാണ് ഒഴിക്കണത്.
ബ്രെഡിനെ നമ്മൾ നെയ്യിൽ എന്താ ബട്ടറാ നെയ്യ് എന്താ ബട്ടർ ബട്ടറിൽ കുളിപ്പിച്ചു. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ മതി. നടു പെട്ടെന്ന് ചൂടാവണ കാരണം നടുവിറ്റൊക്കെ പെട്ടെന്നായിട്ടാ. നല്ല ചമ്മന്തിയല്ലേ ദൈവകാരണം. നടുവിത്തെ സൈഡിലേക്ക് അയ്യ തിരിച്ചിട്ടതാ. ഇവിടെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ കിട്ടുന്നൊന്നും തോന്നുന്നില്ല. തീർക്കല്ലേട്ടാ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതില് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് ഭംഗിക്ക് കിടന്നോട്ടെ വെച്ചിട്ട് വാങ്ങിച്ചത്. അത് ഇടാറാകുമ്പോഴേക്കും ദൈവ കാര്യമാക്കുന്ന തോന്നുന്നു. അടിക്കും. അയ്യോ ബ്രെഡ് കരിഞ്ഞു. അടിക്കാന്നതാ. ഞാനാണ് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞതല്ലേ ദേവുട്ടിയോട്. കരിഞ്ഞത് നീ കഴിച്ചോ? അതെന്തപ്പത് നല്ലൊക്കെ കേട്ടാ കരിഞ്ഞൊക്കെ എടുക്കാൻ. അതെന്തപ്പത് അതെ സെന്ററില് നല്ല ചൂടല്ലേ. സാരല്ലേ. അപ്പൊ നമ്മള് ബ്രെഡൊക്കെ നന്നായി എന്താ പറയാ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഒരു ചെറിയൊരു ബ്രൗൺ കളറ്. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള കലാപരിപാടികളിലേക്ക് വരുന്നത്. ഇനി നമ്മള് കുറച്ച് കസ്റ്റാർഡ് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ പാലില്. തിന്നോക്ക് എന്താ ടേസ്റ്റ് എന്നറിയേ. നമ്മളിത് ഒരു പാക്കറ്റ് പാലിന്റെ അളവിനെയാണ് ഞാൻ ഒരു 6 ബ്രെഡും ഒരു പാക്കറ്റ് പാലും പിന്നെ കസ്റ്റാർഡ് പൗഡറും. 6 ബ്രെഡ് അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രെഡ് എടുത്തു. 8 ബ്രെഡ്. 8 ബ്രെഡ് ഇല്ലേ, 7 ബ്രെഡ് കേട്ടോ. ഒരെണ്ണം കഴിഞ്ഞെടുത്തില്ല. ഇത് നമ്മളൊരു 2.5 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. 2.5 ടേബിൾ സ്പൂണാണ്. കുറച്ച് പാലില് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് പാലില് കേട്ടോ. അമ്മ ഞാൻ ഇളക്കാം. ഇത് നന്നായി കട്ടല്ലാണ്ട് ആക്കുക കേട്ടോ. ഇളക്കലോടിളക്കൽ. ഇത് കട്ടയടിയില് നന്നായി ഇളക്ക്. മഞ്ഞ കളറ്. അതിന്റെ ഉള്ളിൽ ബാക്കിയുള്ള പാല് ഞാൻ കാച്ചിട്ടേട്ടാ. നല്ല രസമുണ്ട് കാണാൻ. നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. ഇതേ കുറച്ച് പൊടി വെറുതെ വായി വെച്ച് നോക്കിയപ്പോ മരുന്നിനാണ് ഓൾറെഡി. ദേവന് ചെറിയൊരു പണി കൊടുക്കാട്ടോ. ഒരു 4 ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ചെറുതാക്കി കട്ട് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. പകുതി വയറ്റിലേക്കാണ്. ചെറുതാക്കി അങ്ങനെ കട്ട് ചെയ്യട്ടാ. അങ്ങനെ ചെറുതാക്കിട്ട് ഒന്ന് വെതറാൻ പാകത്തിന്. ഓക്കെ. എന്റെ കലാപരിപാടികൾ ആരംഭിക്കുന്നു. കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പ് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 2 നടാക്കിട്ടാ മതി. ബദാം ഒന്ന് കട്ട് ചെയ്യേ. അത് കുഞ്ഞിതാക്കണം. അപ്പൊ നമ്മുടെ പാലിതാ തള വന്നു തുടങ്ങിയിട്ടാ. ആ സമയത്ത് നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിക്കാം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. കണ്ടോ
നമ്മൾ കുട്ടികൾക്കൊക്കെ പൊടി കുറുക്കുമ്പോൾ ചെയ്യല്ലേ അതേമാതിരിയാണ് അത് കുറുകും തോറും കട്ടിയായി വരും. നമുക്ക് ഒത്തിരി കട്ടിയൊന്നും വേണ്ട, അങ്ങനെ ഒഴിക്കാൻ പാകത്തിന് ആ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇത് മതിയിട്ടാ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പാകത്തിന്, മധുരം പാകത്തിന്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരത്തിന്. ദേവന് നല്ല മധുരം വേണം, ലൈറ്റ് മധുരം മതിയാ? എനിക്ക് ലൈറ്റ് മതി, സാധാരണ ദേവട്ടിക്ക് ടേസ്റ്റ് നോക്കണ. ഞങ്ങള് പുഡിങ്ങും സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. നമ്മള് ജ്യൂസും ഷെയ്ക്കിലൊക്കെ വെറൈറ്റി കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ പുഡിങ്, കേക്ക് അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കേക്കിന്റെ പണിയൊക്കെ ദേവുട്ടി എപ്പോഴും പറയും കേക്കിന്റെ കാര്യമൊക്കെ കേട്ടോ. പക്ഷെ കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടാ. ഞാനും അച്ഛനും കൂടിയിട്ട് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കൊറേ മുമ്പ്. എന്തൊരു കേക്ക് പുഡിങ് മധുരണ്ടോ? അപ്പൊ ദേവുട്ടി അവള് കസ്റ്റാർഡ് മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ അവളതിന്റെ ടേസ്റ്റ് ആദ്യം അതാണ് അവള് പൗഡർ എടുത്ത് കഴിച്ചത്. ആ പൗഡർ കണ്ടപ്പോ അവള് വിചാരിച്ച പൗഡർ തിന്നാൻ നല്ല ടേസ്റ്റ് ആവുകയെന്ന്. അത് ഞാനിപ്പോ പഞ്ചസാര ഇട്ടതിന്റെ ശേഷം കുറച്ച് കൊടുത്തു. നേരത്തെ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്തപ്പോ കുടിച്ചു നോക്കി, ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനെ പറഞ്ഞത് ഈ ദേവുട്ടി ഇത് പാലില് വെറുതെ കലക്കി കഴിക്കാനാവോ ഇടയ്ക്കിടയ്ക്ക്? ഞാൻ പുഡിങ് ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ നട്ട്സൊക്കെ തിരിച്ചു കൊടുന്നിട്ടെ. മധുരം കറക്റ്റ് അല്ലേ? ഇനി മധുരം വേണോ? നീ അയ്യോ വേണ്ട, കറക്റ്റാ. അതങ്ങനെ ഇടണ്ട. നമ്മള് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചത് ഇരിക്കട്ടു. ഇത്ര മതിട്ടാ, ഈ ഒരു തിക്ക് മതി നമുക്ക്. ഇത് ഉണ്ടാക്കല് കഴിഞ്ഞിട്ട് വേണം ബാക്കി ബ്രെഡ് കൊണ്ട് എനിക്ക് കുറച്ച് തട്ടിക്കൂട്ട് ഐറ്റംസ് ഉണ്ടാക്കാൻ. അതെ, ദേവുട്ടിക്ക് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്താൻ. ഇത്ര പരീക്ഷണം സക്സസ് ആയി ഞങ്ങളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് ബ്രെഡ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മള് ബ്രെഡ് ഇതിലേക്ക് വെച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിൽ കൊള്ളണ മാതിരി വെച്ചു കൊടുക്കാം. ഒരു കുഞ്ഞിതും കൂടി വെച്ചോ. അത് നമുക്ക് ഇനി അതും ഒഴിച്ചിട്ട് വെക്കാം. പോരാത്തത് 2 പാത്രത്തിന് വെച്ചുട്ടാ. ഇനി നമ്മുടെ കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിക്കാൻ പോവാ. ചൂടോടെ തന്നെ ഒഴിക്കാട്ടാ. ഇത് കുറുക്ക് മാതിരി ഉണ്ട്, അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ഇട്ട് പാലില്ലേ. ഞാൻ ഗ്യാപ്പിലേക്കൊക്കെ ബ്രെഡ് വെച്ചോളൂ. ദേവുട്ടി വെക്കാൻ കാത്തിട്ടായിരിക്കുന്നത് കേട്ടാ. വീഡിയോയിലായ കാരണം ഞാൻ വെക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഗ്യാപ്പൊക്കെ ഇല്ലേ? അതെ, ഒത്തിരി പ്രസ് ചെയ്യണ്ട, അങ്ങനെ വെച്ചാ മതി. ഞാൻ അതിലും വെക്കേ. മതി, ഓക്കെ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതിന്റെ മേലെ കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് കാണുമ്പോ? ഗൈസ് അല്ല, ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടത്. കാണുമ്പോ പാവമായിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡ് ഞങ്ങള് വലിയ പാത്രം, ചതുരം പാത്രം ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഒരു ടിഫിൻ ബോക്സ് എടുത്ത് കൊടുക്കാൻ കേട്ടോ. ദേവുവിന്റെ ടിഫിൻ ബോക്സ് ഇതിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള പീസാൾ വെച്ചിട്ട് അതും കൂടെ ഒഴിക്കാം. കുറച്ച് വെച്ചാ മതി, കുറച്ച് പാലുള്ളൂ. ഉണ്ടാ, ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ കുറച്ചും കൂടെ മിക്സ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടാ. ഓക്കെ,
ബാക്കിയുള്ളത് ഇതിരിക്കും. ഞാൻ ഗ്യാപ്പിലേക്ക് 2 പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുത്തു. ശരിക്കും 6 ബ്രെഡ് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത 6 ബ്രെഡാണ് ഞാൻ കറക്റ്റ് ആയിരുന്നത്. പിന്നെ ഞാൻ ഇടയിൽ ഇനി പാല് ബാക്കി വരുമോ എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ എടുത്തു. പക്ഷെ 6 ബ്രെഡിലേക്ക് നമ്മുടെ 2.5 സ്പൂണ് ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡറും പിന്നെ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ 1/2 ലിറ്ററിന്റെ പാക്കറ്റ് പാലുണ്ടെങ്കിൽ കറക്റ്റ് ആണ് കേട്ടോ. തിരക്കി വെച്ചു. ഓക്കെ, നമ്മുടെ പുഡിങ്ങിന്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മള് ഒരു 4-5 മണി പകലാ വെക്കണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 hours മതി. ഇപ്പൊ രാത്രി വെച്ച് കഴിഞ്ഞാൽ ഫുൾ നൈറ്റ് ഇരിക്കുമല്ലോ. അപ്പൊ രാവിലെ എടുത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ആവും. അപ്പൊ നമ്മളിത് ചൂടാറിയതിന്റെ ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക. ഇനിയിപ്പോ ഇത് രാവിലെ ആവണ വരെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇത് ചൂടാറിയതിന്റെ ശേഷം ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് മോർണിംഗ് എടുക്കും. മോർണിംഗ് വരെ ഇരുന്ന ഭാഗ്യം. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് രാത്രി നല്ല നേരം വൈകിട്ടൊക്കെ എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എടുത്തു വന്ന് കഴിക്കുമെന്ന് അറിയില്ല. കഴിച്ചില്ല, ഞങ്ങള് രാവിലെ കാണിക്കണ്ടേട്ടോ. അത് സെറ്റ് ആയിട്ട് രാവിലെ കാണിക്കണ്ടേട്ടാ. അപ്പൊ എല്ലാവർക്കും ഇന്ന് ഗുഡ് നൈറ്റ്. ഇനി നാളെ രാവിലെ മോർണിംഗ് കാണാം. രാവിലെ ഗുഡ് മോർണിംഗ് ആയിട്ട് കാണാം. ഇപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുഡിംഗ് ഒക്കെ റെഡി ആയിരിക്കുന്നു കേട്ടോ. ഞങ്ങള് എന്തായാലും ഫൈനലായിട്ട് ലാസ്റ്റ് ഇന്നലെ ഞങ്ങള് ടിഫിൻ ബോക്സിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞു. അത് ബിഗ് ബോസ് കാണുമ്പോ അത് ദേവൂട്ടിക്ക് കൊതി സഹിക്കാൻ വയ്യാണ്ടായി. അപ്പൊ ഞങ്ങള് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് കഴിയുമ്പോ എത്ര മണി 11:30 ആ സമയത്ത് ഞങ്ങൾ അത് ആ ഉള്ള തണുപ്പിൽ തിന്നോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ നമ്മുടെ പറ്റിയൊരു ഫോൾട്ട് എന്താണെന്ന് അറിയാം, കുറച്ച് ക്രീം അതിൽ പിന്നെ തികഞ്ഞില്ല. ഉള്ളതിൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഒന്നും കൂടെ ഇതിന്റെ മേലെയൊക്കെ എനിക്ക് മറ്റേ പാല് കുറച്ചും കൂടെ കൂട്ടിയെടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടാ. പിന്നെ നമ്മുടെ ഈ ഇങ്ങനെ ഫുള്ള് മേലെ ക്രീമൊക്കെ ബ്രെഡ് അങ്ങോട്ട് വലിച്ചെടുത്തു, അതാണ് ഉണ്ടായത്. അപ്പൊ കുറച്ചും കൂടെ ക്രീം കൂട്ടായിരുന്നു തോന്നി എനിക്ക് ഇത് കണ്ടപ്പോ കേട്ടോ. അത് കണ്ടപ്പോഴല്ല, അത് തിന്നപ്പോ. ഇത് നോക്കി നോക്കി, ഇതില് നോക്കി നോക്കി, ഇതില് നന്നായി ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. ടേസ്റ്റ് നോക്കാം. പൊട്ടിച്ച് ഇങ്ങനെ കുത്തിടിക്ക്. അതൊന്നും കാണിച്ചില്ല അല്ലേ? അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നല്ല ഇതിലൊക്കെ നല്ല അത്യാവശ്യം ആ പാലിന്റെ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ട നല്ല സിറപ്പുണ്ട്, ഇതില് കുറവില്ല. അത് അടിപൊളിയുണ്ട്. നോക്കൂ ഫ്രണ്ട്സ്, പൊളി ഗൈസ്. സൂപ്പറായിട്ട് കേട്ടോ. ഞാൻ തരാം. ഞങ്ങൾ ഇന്നലെ തിന്നല്ലേ ഇത്ര ഇതുണ്ടായിരുന്നില്ല, പാലൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് സിറപ്പ് ഉണ്ടായിരുന്നുള്ളൂ. സൂപ്പറായിട്ട് മധുരം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് നല്ല ഇഷ്ടപ്പെട്ടാ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് സുഖമായിട്ട് പാക്കാലേ. ഒരു പാത്രം കൂടി ഉണ്ട് കേട്ടാ ദേവുവിന് ഇരുന്ന് കഴിക്കാനുള്ളത്. ഞാൻ കടയിൽ പോവാൻ റെഡി ആയിട്ടാണ്. ദേവുവിന് ഉച്ചയാകുമ്പോഴാണ് എക്സാം. 12:30 ആകുമ്പോ വണ്ടി വരും അല്ലേ? അപ്പൊ ദേവുവിനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കഴിക്കാനുള്ളത് ഉണ്ട് അല്ലേ? അപ്പൊ സൂപ്പർ ആയിട്ട് നമ്മുടെ പുഡിങ് കുട്ടികൾക്ക് എന്തായാലും ഇതുവരെ ഉണ്ടാക്കി കൊടുക്കണ എക്സ്പെർട്ടിന്റെ അരിയത്തല്ലാട്ടോ പറയുന്നത്. നമ്മളെ സാധാരണക്കാര് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ബ്രെഡും പാലും ആ കസ്റ്റാർഡ് പൗഡറും മാത്രം മതി. അപ്പൊ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. പിള്ളേർക്കാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അപ്പൊ വലിയവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല പറയണത്. കടിക്കുമ്പോ നല്ല രസമുണ്ട്. ബദാം, അണ്ടിപ്പരിപ്പ് ഇട്ടാലും കുഴപ്പമില്ല. നട്സാല് കടിക്കുമ്പോ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാം. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി ബൈ. അണ്ടിപ്പരിപ്പ്